രാവിലെ ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു. ഒരു മണിക്കൂർ 6 മണിക്ക് ഇറങ്ങി ഒരു 6:30 ആകുമ്പോഴത്തേക്കും തീരുമായിരിക്കും. ഇത് നമ്മുടെ ഡിപ്പോ ജംഗ്ഷനാട്ടോ, കലഞ്ഞൂരെ. അപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരള വനം വന്യജീവി വകുപ്പ്, അമൃതവനം, വാഴപ്പാറ, കലഞ്ഞൂർ. ഇതൊക്കെ ഞങ്ങളുടെ അടുത്താണ് കേട്ടോ. ഞാനിങ്ങനെ നടന്ന് പോവാണ്. ഇനി ഞാൻ തിരിച്ച് നടന്ന് വീട്ടിലെത്താനുള്ള ശ്രമമാണ്. കാരണം എനിക്ക് 2 കുഞ്ഞു പിള്ളേരുണ്ട്. അവരെഴുന്നേൽക്കുന്നതിന് മുന്നേ ചെല്ലണം. എനിക്ക് പിന്നെ ഓഫീസിൽ പോകണം. രാവിലത്തെ പരിപാടിയൊക്കെ നോക്കണം. മോളെ റെഡിയാക്കി വിടണം. മോനെ റെഡിയാക്കി ഇരുത്തണം. അങ്ങനെ പല പരിപാടികളുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ നടത്ത തുടങ്ങി. റോഡിലെങ്ങും ആളും പേരൊന്നും ഇല്ല കേട്ടോ. ഈ വനപ്രദേശം ആയതുകൊണ്ട് നല്ല രസമാണ് നടക്കാൻ കേട്ടോ സൈഡിൽ കൂടെ. അടിപൊളി റംബൂട്ടാനൊക്കെ പഴുത്ത് നിൽക്കുന്നു. അടിപൊളി. നടന്നു വരുന്ന വഴിയിൽ കുറേ ചെടികളുണ്ട് കേട്ടോ. നല്ല മഞ്ഞപ്പൂ, നല്ല സൂപ്പർ മഞ്ഞ നിറത്തിലുള്ള കുറേ പൂക്കൾ വഴിയകത്ത് നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ. നല്ല ഏതോ ഒരു കുരുവി കിടന്ന് കരയുന്ന ശബ്ദം. രാവിലത്തെ നല്ലൊരു കിളിയുടെ ശബ്ദം കേട്ടോ. കിളിയുടെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. പിന്നെ ഞാൻ മുന്നോട്ട് നടന്നു പോവുകയാണ്. സപ്ലൈക്കോ എത്തി. ഇനി കുറച്ചുകൂടെ എത്തുമ്പോഴത്തേന് എൻ്റെ വീടെത്തും. കരണ്ടടി കിട്ടാൻ വേണ്ടി കണ്ട കാക്കകളെല്ലാം നിരന്നിരിക്കുക ലൈൻ കമ്പിയിൽ. അടിപൊളി. ഞാൻ കുറച്ച് പുറകോട്ട് വന്നു കേട്ടോ. അത് കണ്ടോ, നിരന്നിരിക്കുക കാക്കകൾ. രാവിലെ അങ്ങനെ ആരും കാണാനൊന്നും വഴിയില്ല. കാര്യം മഴയുണ്ട് കേട്ടോ. ചെറിയ മഴച്ചാറ്റലുണ്ട്. അതുകൊണ്ട് റോഡിലങ്ങ് ഒരൊറ്റ മനുഷ്യനെ കാണാനില്ല. കൊച്ചു വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കൂടുതൽ ഞാൻ കാക്കകളെ കണ്ടത്. അല്ലെങ്കിൽ രാവിലെ കാക്കകളാണ് കൂടുതലും വരുന്നത്. അവർ നമ്മുടെ പരിസരമൊക്കെ വൃത്തിയാക്കാനായിട്ട് രാവിലെ ഇറങ്ങുമല്ലോ. നമ്മൾ എഴുന്നേറ്റില്ലെങ്കിൽ അവർ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ മുറ്റത്തൊക്കെ വരും. പെണ്ണുങ്ങൾ രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ ആണുങ്ങൾ തൂക്കുന്നുണ്ട്. ഒരങ്കളിനെ അങ്ങനെ നടക്കുന്നതായിട്ട് കണ്ടു. ഇങ്ങനെ പോകുന്നത് നല്ലൊരു വ്യൂളൊരു വീടൊക്കെ കണ്ടിട്ട് കൊള്ളം കേട്ടോ. നടന്ന് ഞാൻ എത്താറായി വരുന്നു കേട്ടോ.